ഹലോ കൂട്ടുകാരെ, അപ്പൊ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. വീട്ടിലെത്തിയപ്പോഴും നമ്മൾ ആദ്യം ചെയ്ത് എന്താ അറിയോ, നമ്മുടെ ഗബ്രൂട്ടന്റെ മുടി അങ്ങ് മൊട്ടയടിച്ച് ഡ്രിം ചെയ്ത് കളഞ്ഞു ഫുള്ള്. അതെടുക്കണ്ട അതെടുക്കണ്ട, അതിനേക്കാൾ സൂപ്പർ സാധനം ഉണ്ട്. നിന്നെ ലക്ഷ്യം വെച്ചാ വരുന്നത്. അവിടെ നോക്കി നിന്നപ്പോഴാ പെട്ടെന്ന് എന്നെ നോക്കിയപ്പോ എന്റെ നെഞ്ചത്ത് ഇരിക്കുന്നു സാധനം. പിടിക്ക്. സത്യത്തിൽ ഗബ്രൂട്ടന്റെ വീഡിയോസ് ഇടാൻ നമുക്ക് ഭയങ്കര പേടിയാട്ടോ. സംഗതി വെച്ചാൽ ഇവൻ നല്ല ആക്റ്റീവായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതിന്റെ പിറ്റേ ദിവസം എല്ലാം ഗബ്രൂട്ടന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാൻ പേടിയാണ്. പിന്നെ പലരും പറഞ്ഞായിരുന്നു മോനെ വെച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് വീട് പണി നടത്തിയെന്ന്. സത്യത്തിൽ വീട് പണി നടത്താനായിട്ട് പറ്റിയതേ ഇല്ല. നമ്മൾ എന്താ പറയുക, വർക്ക് ഏരിയ ഒന്ന് ഇറക്കി, ഷീറ്റെല്ലാം ഇറക്കി, അവിടെ നമ്മൾ റെക്സിനൊക്കെ ഒട്ടിച്ച്, റെക്സിനല്ല വിനോയിലേക്ക് ഒട്ടിച്ച് ശരിയായി വന്നപ്പോഴത്തേക്ക് ഗബ്രൂട്ടിന് അടുത്ത വേണ്ട വീഡിയോ എടുക്കട്ടെ. ദാണ്ടെ ഇത് നോക്കിയേ. ഈശോപ്പ ഇരിക്കുന്നുണ്ടാ ഫോട്ടോയില്? അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. മൈക്ക് വേണോ? പൊട്ടിക്കല് വേണ്ട, അങ്ങനെ വലിച്ചെടുക്കാനുള്ള അല്ല ഇത്. സംസാരിച്ച് വെച്ചേ സുഖമാണോ ചോദിച്ച എല്ലാവർക്കും ഹായ് കൊടു. അത് വേണ്ട, ഹായ് കൊടുക്ക എല്ലാവർക്കും. ഇതിലല്ല, അതിൽ നോക്കേ, ഹായ് കൊടുത്തേ, ഹായ് കൊടുക്ക്. ഹലോ പറ. ഹലോ എന്തായാലും ഇടയ്ക്കൊരു ഒന്നും കിട്ടിയില്ല. അയ്യോ ഈശപ്പം നിലത്ത് വീണ്. ഗബ്രൂട്ടൻ നമ്മൾ തല തട്ടി. ചുമ്മാ ഇരിക്കടി കരയി. എന്റെ ഫോണ് ഇട്. അപ്പോ നമ്മള് ഗബ്രൂട്ടന് ചെറിയ സമ്മാനം മേടിച്ചിട്ട് അത് നമ്മൾ ഇടാവേ, അതാടെ പോന്ന് വലിച്ചെടുത്തു. ആരോഗ്യമില്ല എന്റെ സ്റ്റാൻഡ്. ഗബ്രൂട്ടിന് നമ്മള് സമ്മാനം മേടിച്ചെടുത്തു, പക്ഷെ ഗബ്രൂട്ടിന് ആ സാധനം ഇഷ്ടമല്ല കേട്ടാ. അതിവിടെ വേറൊരാളാ യൂസ് ചെയ്യുന്നത്. ഗബ്രൂട്ടന് അത് ഇഷ്ടപ്പെട്ടില്ല. ഗബ്രൂട്ടന് അതുകൊണ്ടാണെങ്കിൽ അത് 7 അയലത്ത് വരാൻ സമ്മതിക്കാറില്ല. ഇതൊക്കെ സത്യത്തിൽ വീഡിയോ എടുക്കണ്ടയാ, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതിൽ വീഡിയോ എടുക്കാം. ഇപ്പുറത്ത് നമ്മളെ ഇടയ്ക്ക് ഗബ്രൂട്ടന് മേടിച്ചു കൊടുത്ത സാധനം വെച്ച് ഗബ്രൂട്ടൻ ഭയങ്കര കളിയായിരുന്നു. അത് ഇടയ്ക്കൊന്ന് വീഡിയോ ഇത് ചെയ്ത് വെച്ചത്. ഗബ്രൂട്ടന് മൈക്ക് ഒരു വീക്ക്നെസ് ആട്ടോ. അപ്പൊ നേരത്തെ തൊട്ടേ എപ്പോഴൊക്കെ നമ്മൾ മൈക്ക് വെച്ചാൽ അപ്പോഴൊക്കെ മൈക്ക് വേണം. ഇത് വേണോ? നമ്മൾ എന്ത് കൊടുത്താലും ഗബ്രൂട്ടൻ മേടിക്കും കേട്ടോ. മേടിച്ചിട്ട് ഒരു 5 മിനിറ്റ് അത് വെച്ച് കളിക്കത്തുള്ളൂ, പിന്നെ അതെടുത്തങ്ങ് കളയും. എന്നിട്ട് അടുത്ത സാധനം നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ഇവിടുത്തെ ടോയ്സ് ഒന്നും ഇപ്പൊ അവന് ആവശ്യമില്ല. ഇവിടുത്തെ ടോയ്സ് അല്ല ഇപ്പൊ കളിക്കുന്നത് പ്രിൻസിയാ. ഇപ്പൊ ഗബ്രൂട്ടൻ എന്ത് മേടിച്ചാലും ഇപ്പൊ അത് വെച്ച് കളിക്കുന്നത് പ്രിൻസിയാ. ഗബ്രൂട്ടന് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താ അവിടെ പോയി കളിക്ക്. പാട്ട് വെച്ചിട്ടോ വണ്ടിക്ക് പാട്ട് വെച്ചേ. പാട്ട് വെച്ചിട്ടോ? അതല്ല, ഈ വണ്ടി ഉണ്ടല്ലോ, അവിടെ ഒരു വണ്ടി ഉണ്ട്, ഇവിടെ ഒരു വണ്ടി ഉണ്ട്. അപ്പൊ കൊച്ചിന് കൺഫ്യൂഷൻ, ഏത് വണ്ടിയിൽ പാട്ട് വെക്കാം. തലയിടിക്കാതെ പോ. നമ്മുടെ ഡൈനിങ് ടേബിളേ കുഞ്ഞിന്റെ അത്ര ഹൈറ്റേ ഉള്ളൂ. ഡൈനിങ് ടേബിൾ, എല്ലാ ഡൈനിങ് ടേബിളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ നടക്കുന്ന സമയത്തെല്ലാം അതില് തട്ടും. അത് നേരെ അങ്ങ് പോകും. അത് അതിന്റെ ഇടയിൽ കൂടെ തന്നെ അവന് കയറി ഇറങ്ങിയും വേണം. അവിടെ ഇരുന്ന് കളിക്കുന്നേ, മോള് അവിടെ ഇരുന്ന് കളിക്കുന്നത്. അപ്പൊ അത് കണ്ടിട്ട് മോള് ടെന്റായിട്ട് ഹോമായിട്ട് അവളുടെ വീടായിട്ടാണ് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ അടിവശത്തെ കണ്ടേക്കുന്നത്. അപ്പൊ അവനും അത് കണ്ടിട്ടേ അവിടെ തന്നെ പുള്ളിയും കളിക്കാൻ പോകുന്നത്. നിന്റെ മൈക്ക് എന്റെ ഇല്ല, ഞാൻ അത്യാവശ്യം ഓളത്തിലാ പറഞ്ഞതുകൊണ്ട് 2 മൈക്ക് അടുത്തുണ്ടല്ലോ.
അപ്പൊ വീണ്ടും നമ്മൾ ഇരുന്നോണ്ടുള്ള വ്ളോഗാണ് കൂട്ടുകാർ. എന്ത് ചെയ്യാനായിട്ടാ? പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും പുറത്തു പോയി വീഡിയോ അതെന്താ അത് മാത്രം പയ്യെ പറഞ്ഞത്? തലയിടിക്കല്ലേ? എന്തെങ്കിലും ഞങ്ങൾ പുറത്തു പോയി വീഡിയോ എടുക്കും. ഓ എന്തെങ്കിലും അല്ലേ? നടക്കട്ടെ. എന്താ നീ തല ഇട്ടത്? വാ. കുനിഞ്ഞ വന്നത്. കുനിഞ്ഞു വന്നു കേട്ടോ. പിന്നെയും കണ്ടു. അബ്ബ അടിച്ചോണ്ട് പോയി. എന്ത് ചെയ്യാനാ? പല്ല് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും ഗബ്രൂട്ടിന്റെ പല്ല്. 2 കീക്കിരി പല്ല് വന്നിട്ടുണ്ട്. അത് വെച്ച് എന്നാ കടിയാ കടിക്കുന്നറിയാവോ? കൂടുതലും കടി കിട്ടുന്ന ഇവക്കാട്ടാ. കിടന്ന് കരയൂട്. ഇതിന് പറയണ്ടല്ലോ അല്ലേ? നല്ല കടിയാ വെച്ച് കൊടുക്കുന്നത്. ചോറ് കൊടുത്ത സമയത്ത് അമ്മയ്ക്കും കിട്ടി കുറച്ച് കടി. അതുകൊണ്ട് അമ്മ ഇങ്ങനെ അറ്റത്തൊണ്ടിച്ചിട്ടുണ്ടല്ലേ, ഇങ്ങനെ ആക്കിയിട്ട് വെച്ച് കൊടുക്കും. നല്ല കടിയാ കിട്ടുന്നത്. നല്ല കടി. ഇവിടെ ഭയങ്കര ഒളിച്ചോപ്പാത്തൊക്കെ കളിക്കട്ടോ. നമ്മുടെ ഈ കർട്ടൻ ഇടയ്ക്ക് കയറി ഒളിച്ചിട്ട് ഇവളെ കണ്ടുപിടിക്കും, ഇവളെ അവനെ കണ്ടുപിടിക്കണം. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. പിന്നെ കറണ്ട് ഇല്ലായിരുന്നു, നമുക്ക് അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസും ഷോർട്സും ഒന്നും ഇടാൻ പറ്റാതായിപ്പോയി. നമ്മുടെ വിശേഷങ്ങൾ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഡിസ്ചാർജായി വന്നതിന്റെ അന്ന് രാത്രിയാ കറണ്ട്, അന്ന് വൈകിട്ട് കറണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ കറണ്ട് ഇല്ല, ഭയങ്കര മഴയും കാറ്റുക. അങ്ങനെ 3 ദിവസം. ഇന്നലെ ഞങ്ങൾ പോയപ്പോഴും ആ പോസ്റ്റ് അവിടെ, ഞാൻ ഇന്നലെ അമ്മ ജോലിക്ക് പോയി. അപ്പൊ ഇന്നലെ അമ്മേനെ ബാംഗ്ലൂരാ. അപ്പൊ അമ്മേനെ കൊണ്ടുവിടാൻ വേണ്ടി ആ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയപ്പം ഇപ്പോഴും ആ പോസ്റ്റ് ഒടിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ വന്ന് കിടപ്പുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ മൂത്തോട്ടുമുക്ക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, വലിയൊരു അമ്പലമുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ഇപ്പോഴും ആ ഇത് കിടപ്പുണ്ട് പോസ്റ്റ്. അവിടെ ഹായ് കാണിച്ചിട്ട് കാര്യമില്ല, ക്യാമറ ഹായ് കാണിക്കണം. ക്യാമറയിൽ നമ്മൾ ഹായ് കാണിക്കേണ്ടത്, ഇവിടെ ഹായ് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ അമ്മ പോയി. ഇപ്പൊ സാവിത്രിയമ്മയും അച്ഛനും ഉണ്ട്. പിന്നെ പിള്ളേരും നമ്മളെല്ലാരും ഉണ്ട്. പിള്ളേർ ഇന്നിട്ട് സ്കൂളിൽ പോകുന്നു, ഉച്ചവരെയുള്ളതുകൊണ്ട്. പിന്നെ പിള്ളേർ എന്താ വീഡിയോയിൽ വരാത്തെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. റീസൺ എന്താന്ന് വെച്ചാല് TV ഉണ്ട് ഇപ്പൊ വീട്ടില്, TV ശരിയാക്കി. അപ്പൊ TV ഉള്ളതുകൊണ്ട് ഇപ്പൊ പിള്ളേർക്ക് ഇങ്ങോട്ട് വന്ന് കളിക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. 24 മണിക്കൂർ രാവിലെ എഴുന്നേക്കും തൊട്ട് രാത്രി കിടക്കുന്നോടം വരെ ടിവിയില്. അപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇടയ്ക്കൊന്ന് വരും, അത്രേ ഉള്ളൂ. പിന്നെ പ്രിൻസിമോളാണ് കൂടുതലും ഇവിടോട്ട് വരുന്നത്. പ്രിൻസ് ഇങ്ങോട്ട് അങ്ങനെ വരാറേ ഇല്ല, TV ഉള്ളതുകൊണ്ട് ഇപ്പൊ എപ്പോഴും അപ്പുറത്ത് തന്നെ ഇരിപ്പ്. ഇങ്ങോട്ട് വരാറേ ഇല്ല. കറണ്ട് പോയാൽ ഇടയ്ക്ക് വരും, പ്രിൻസ് അല്ല ഗബ്രൂട്ടാ എന്നും വിളിച്ചോണ്ട്, അല്ല ഇങ്ങോട്ട് വരാറില്ല. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ ഇപ്പൊ വീഡിയോയിൽ അധികം ഇല്ലാത്തത്. പിന്നെ മക്കൾക്കൊക്കെ ചെറിയ ഇതുണ്ട്, കാരണം വെച്ചാൽ കുറെ കേട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ ഒരു ചെറിയ വിഷമ സങ്കടമൊക്കെ ഉണ്ട് ഇങ്ങനെ വീഡിയോയിലേക്ക് വരാൻ. എന്നാലും പ്രിൻസിക്ക് ആവുന്നില്ല കേട്ടോ, പ്രിൻസിന് മാത്രമേ ഉള്ളൂ ഇടയ്ക്ക്. പ്രിൻസ് കുറച്ചുകൂടെ അറിവായല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇതാണ് പ്രിൻസിന് കുറച്ചുകൂടെ ഉള്ളത്. പ്രിൻസിക്ക് പക്ഷെ അതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതൊക്കെയാണ് കൂട്ടുകാരെ ഞങ്ങൾ ചെറിയ ചെറിയ വിശേഷങ്ങൾ. ഗബ്രൂട്ടൻ ഭയങ്കര കളിയാണ്. ഗബ്രൂട്ടന്റെ കൂടെ ഇനി ഇരുന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. ഇവിടെ ഓടിച്ചാടി ഇങ്ങനെ നടക്കും. എപ്പോഴും അതുകൊണ്ട് കൂടെ തന്നെയുണ്ട്, എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. ഞാനല്ല കേട്ടോ, ഞാനേ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രിൻസി ഉണ്ടാവും. ചിലപ്പോൾ ഡോറയുടെ കൂടെ ആയിരിക്കും പ്രിൻസിയും ഡോറ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അമ്മ കാണും. ഡോറയുടെ കൂടെ ഡോറയുടെ കൂടെ നിന്റെ കൂടെ ഒന്ന് കുഞ്ഞിനെ നോക്കുന്നു, അതാണ് ഉദ്ദേശിച്ചത്. എന്നാ ചെയ്യാനാ ഈ വാക്ക് കണ്ടിന്യൂ. എനിക്ക് സ്നേഹം തോന്നുന്നു മോളെ, എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്നു. ഉപ്പുരസം ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാലേ വെറുതെ ഇരിക്കുമ്പോ പല്ലുവിട്ടടി ഇവിടെയും പല്ലുവിട്ട് വെറുതെ ഇരിക്കുമ്പോ ഒന്ന് ചൊറി എന്താണ് ചൂട് കാരണം ഭയങ്കര വിയർപ്പ്. നമ്മളിവിടെ ചൂടുണ്ടാവാതിരിക്കാൻ വേണ്ടി മേളിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും ഭയങ്കര ചൂട്. കാറ്റിട്ടല്ല, ഫാൻ ഇട്ടില്ലെങ്കിൽ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് കൂട്ടുകാരെ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പൊ എന്തുവാ പറയുന്നത്, എന്റെ കൂടെ ഒരാൾ കാണുന്നു. എനിക്കിപ്പോഴേ ഇവൻ ഫാസ്റ്റ് ആണല്ലോ, അപ്പൊ എനിക്ക് ഞാൻ എത്തിത്തരുമ്പോ ഇവൻ കാര്യങ്ങളെല്ലാം കഴിച്ചു കാണും. നീ പുറത്തിറങ്ങി കാണും. ഒരാള് കണ്ട ഒളിഞ്ഞു നോക്കാൻ വന്നു. ഒളിഞ്ഞു നോക്കുമായിരുന്നു ഇത്രയും നേരം. നമ്മുടെ വാതിലിടയ്ക്കൂടെ നോക്കുക കാണുന്നുണ്ട്. അമ്മാമ വന്ന് ചെല്ലേ
ഈശോയെ അവിടെ വരെ ചെന്നിട്ട് തിരിച്ചറിയും കണ്ടോണേ. ആ അല്ല കൈ നീട്ടിയാ പോകുന്നത്. ടാറ്റ പോവാണോ? ഈശോയെ ടാറ്റ പോവാണോ? മറ്റേ എന്നെ അടക്കണ്ട. എന്നാ അമ്മ പോയത് കൊണ്ട് അത്ര നേരം കുറെ ദിവസം അമ്മ എന്നായിരുന്നു. പിന്നെ ഇപ്പൊ ഈ അമ്മ ഇനി ഈ അമ്മ പോയി കഴിയുമ്പോ ഇവന് ആരുടെ കൂടെ പോവാ അമ്മ പറഞ്ഞറിയത്തില്ല. രണ്ടുപേരും അമ്മ നട്ടോ. അലർജിയുടെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഭയങ്കര സീനാ. തണുപ്പടിച്ചാലും പൊടി അടിച്ചാലും. ഇപ്പൊ കരുനാപ്പള്ളി പോയിട്ട് ഇങ്ങോട്ട് വന്നോളൂ. ഇന്നലെ തൊട്ടേ ഉണ്ടല്ലേ? ഇന്നലെ പിന്നെ വൈകിട്ട് ആവിയൊക്കെ പിടിച്ചു ഇച്ചായനും മോനും ആവി പിടിക്കണം, മെഡിസിൻ എടുക്കണം. ഇന്നലെയും വീട്ടിൽ കൊണ്ട് ഡോക്ടറെ കാണിച്ച് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നമുക്കൊരു ടെൻഷൻ. രാവിലെ ആയപ്പോ ചെറിയൊരു മൂക്കടപ്പ് പോലെ, ഒരു ചെറിയ കുറുകൽ പോലെ. അപ്പൊ നമുക്കൊരു ടെൻഷൻ, അയ്യോ ഇനി അങ്ങനെ വല്ലതും വന്നോ, ഇനി വീണ്ടും ആയോ. അങ്ങനെ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലല്ല ഡോക്ടറെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു ജസ്റ്റ് ഒന്ന്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അത് ചിലപ്പോൾ മൂക്കടപ്പുണ്ട് കുഞ്ഞിന്. അപ്പൊ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. ദൈവം ഈ രീതിയിൽ തന്നെ എന്നും അങ്ങനെ മുന്നോട്ട് പോട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി ഹോസ്പിറ്റലിലോട്ട് കയറാനുള്ളൊരു അവസരം ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ഈ ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം ഈ നിമിഷം വരെയും സമാധാനത്തോടെ ഒരു ദിവസം പോലും ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല. കാരണം അന്ന് ആ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കയറിയത്. സത്യത്തിൽ ഈ വർഷം ഫസ്റ്റാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കയറിയത് ഡോറയും കൊണ്ട്. ന്യൂ ഇയറിന്റെ അന്ന് രാത്രി നമ്മൾ അവിടെ കയറിയ ഛർദിലുമായിട്ട് നമ്മൾ അവിടെ കയറിയതാ. ഈ നിമിഷം വരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഒന്നെങ്കിൽ കുഞ്ഞ് അല്ലെ ഡോറ അല്ലെ അമ്മ. ഇവിടേക്ക് അമ്മയ്ക്ക് വയ്യാതായ ഒരു യൂറിൻ ഇൻഫെക്ഷൻ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുവായിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ഇടയ്ക്ക് വെച്ച് പ്രിൻസിന് പനി വന്നു, കഫക്കെട്ട് കൂടി. പ്രിൻസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. പ്രിൻസിക്ക് വയ്യാതെ വന്നു, പ്രിൻസിനെയും കൊണ്ടുപോയി. എനിക്ക് വയ്യാതെ വന്നു, സത്യത്തില് പപ്പായക്ക് വയ്യാതെ വന്നു. സത്യത്തില് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ തോറും കയറി ഇറങ്ങി നടക്കുമായിരുന്നു. സത്യത്തില് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് നമ്മുടെ വീട് പണി നടന്നു, ബർത്ത്ഡേ അത്യാവശ്യം കുഴപ്പമില്ലാതെ നടത്താൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സത്യത്തിൽ എന്താ പറയുന്നത് ഒരു ചെറിയൊരു സന്തോഷത്തിലായിരുന്നു. പക്ഷെ ആ ബർത്ത്ഡേ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ഒരു എന്താ പറയുന്നത് ചാകരയായിരുന്നു. ഹോസ്പിറ്റൽ കേസിന്റെ ഒരു ചാകരയായിരുന്നു. ഓരോരുത്തർക്ക് ഇങ്ങനെ വയ്യാതെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ റിംഗ് ലൈറ്റ് നമ്മൾ കറണ്ടിലല്ല പ്രവർത്തിപ്പിക്കുന്നത്. നമ്മൾ വാങ്ങിച്ച ആ ബാറ്ററി, അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രിൻസിയെ കുറിച്ച്. പ്രിൻസി അവിടെ നോക്കിയിട്ട് തിരിഞ്ഞുപോയി. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ലൈറ്റ് എല്ലാം ഈ ഒരു ബാറ്ററിക്കായിരുന്നു. അതായത് സോളാർ ഇൻവെർട്ടർ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചെറിയ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കുറേശ്ശെ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ബഡ്ജറ്റിന് ഇപ്രാവശ്യം നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ നോക്കാം. ഏറ്റവും കൂടുതൽ ഞങ്ങൾ നേരിട്ടൊരു പ്രശ്നം കറണ്ട് ആയിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഏറ്റവും കൂടുതൽ നേരിട്ടത്. ഇവിടെ മിക്കപ്പോഴും ഈ ഇത്രയും ഇതിൽ മഴ പെയ്യുമ്പം മിക്കപ്പോഴും ഒരു ദിവസം 2 ദിവസം കറണ്ട് പോയിട്ടുണ്ട് നമുക്ക്. പക്ഷെ 3 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ കറണ്ട് പോയി. അത് കുഞ്ഞും കൂടെ ഉണ്ട്. നേരത്തെ നമുക്ക് കുഞ്ഞില്ലാത്തതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇത് കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് ഇവൻ രാത്രി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ വലിക്കുന്നുണ്ട് നിങ്ങളൊന്നും വിചാരിക്കില്ല. ഇന്നാളും ഞാനിങ്ങനെ വലിച്ചു നിങ്ങൾ പറയും മൂക്ക് വെച്ച് ചീറ്റിട്ടുണ്ട്. സത്യത്തിൽ മൂക്ക് വരുന്നില്ല. അല്ല മൂക്കല്ല, എനിക്ക് മൂക്ക് ഒലിക്കുന്നില്ല. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് എന്തോ വരും എന്നുള്ളൊരു ഇത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വലിക്കുന്നത്. വേണ്ട. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം കുഞ്ഞുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് ഇട്ട് കുഞ്ഞിങ്ങനെ എഴുതേക്കുമ്പോൾ അവരെ പിടിച്ചു കിടത്താനൊക്കെ വ്യക്തം വേണം. ഞങ്ങളിവിടെ ഒരു ദിവസം നമ്മുടെ വിളക്ക് കത്തിച്ച് വെച്ചു. വിളക്കെന്ന് വെച്ചാൽ നമ്മുടെ കിടാവിളക്ക് കത്തിച്ച് വെച്ചിരുന്നു. പിന്നെ 2 ദിവസം നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെച്ചു. പക്ഷെ ഒരു 120 വരെ ഒരു മെഴുകുതിരി കേട്ടോ, വലിയ മെഴുകുതിരി. അത് നമ്മള് ഒരു രാത്രിത്തേക്കേ ഉള്ളൂ. രാവിലെ ആകുമ്പോഴത്തെ അത് തീരും. അങ്ങനെ 2 ദിവസം നമ്മൾ അങ്ങനെ മെഴുകുതിരി വെച്ചു. അപ്പൊ നമ്മൾ ഏറ്റവും കൂടെ നേരിട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലൈറ്റ്, കറണ്ടിന്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാല് നമ്മൾ നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ ഒരു ചെറിയ സോളാർ ഇൻവെർട്ടർ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം കുറച്ച് അതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം എനിക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാധനങ്ങൾ കുറേശ്ശെ നമ്മൾ മേടിച്ചു വെച്ചു നമ്മുടെ യൂട്യൂബിലെ പൈസ വന്ന സമയത്ത്.
ബാറ്ററി നമ്മൾ മേടിച്ചായിരുന്നു ഓൾറെഡി. അതിൻ്റെ കൂടെ DC കൺവെർട്ടർ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മളാണെങ്കിൽ സോളാർ ചാർജർ മേടിച്ചു. ഇനി നമ്മൾ സോളാർ പാനലിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടാം, എങ്ങനെയാണ് സോളാർ നമ്മുടെ ഒരു വീട്ടിലേക്ക് ഒരു 10 LED ലൈറ്റ് 12 വാട്ട്സിൻ്റെ 10 LED ലൈറ്റ് കത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. കാരണം നമുക്കും വേണം, അപ്പുറത്തെ വീട്ടിലേക്കും കൊടുക്കണം. അവിടെയും കറണ്ട് പോകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ 2 വീട്ടിലേക്കും കൂടെ സെറ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ ലെവൽ ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മൾ ഇടാം. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അതിൻ്റെ ഫുൾ ലോങ് വീഡിയോ, എന്തൊക്കെ സാധനങ്ങൾ മേടിച്ച് എത്ര രൂപ നമുക്ക് ബഡ്ജറ്റ് ആയിട്ടുണ്ട്, ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ് ഒരു സാധാരണ കുടുംബത്തിലേക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സോളാർ ഇൻവെർട്ടർ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ ഇട്ടേ കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള്. ഇതുപോലെ ഈ കറണ്ടിൻ്റെ പ്രശ്നമുള്ളവർക്ക് മഴ പെയ്യുമ്പോഴൊക്കെ, ഞങ്ങൾക്ക് ഇന്നലെയും കറണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുമായിരുന്നു. നമുക്കെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മളൊരു വൈഫൈ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കറണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അഥവാ ഷോർട്സ് എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ചാർജ് ഇല്ലെങ്കിൽ മൊബൈൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, മൊബൈൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇത് മെയിനായിട്ട് നമുക്ക് വേണമെന്ന് വിചാരിച്ചത്. പിന്നെ ലൈറ്റിൻ്റെ പ്രശ്നം, ഇപ്പോൾ പുറത്തോട്ട് ബാത്റൂമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, പുറത്തൊക്കെയാണ്. അപ്പോൾ രാത്രി ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിന് വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.